ജീവനക്കാർക്കായി ഇടത് സർക്കാർ കൊണ്ടുവന്ന അഷ്വേർഡ് പെൻഷൻ മാറ്റി പകരം പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാൻ UDF സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. പെൻഷൻ ഫണ്ടിലെ സർക്കാർ വിഹിതം 14% ഉയർത്തുമെന്നാണ് സൂചന. ഒരു ഗഡു ക്ഷാമബദ്ധ നൽകുന്നതും പരിഗണനയിലാണ്. അതേസമയം LDF സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലാണ് ജീവനക്കാർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അതിനാൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നതുമില്ല. എന്നാൽ UDF സർക്കാർ അഷ്വേർഡ് പെൻഷൻ മാറ്റി പകരം ജീവനക്കാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന തരത്തിൽ പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാനാണ് നീക്കം നടത്തുന്നത്. പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാർ വിഹിതം നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 10%. ഇത് 14% ഉയർത്താനാണ് ആലോചിക്കുന്നത്. ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന പല പ്രഖ്യാപനങ്ങളും VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ കഴിഞ്ഞ സർക്കാർ അവസാന സമയത്താണ് പ്രഖ്യാപിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അധ്യക്ഷനായ കമ്മീഷന്റെ കാലാവധി 3 മാസമായിരുന്നു. കമ്മീഷന്റെ കാലാവധി നീട്ടുമെങ്കിലും LDF സർക്കാർ നിയമിച്ച കമ്മീഷനുമായി അതേപടി UDF സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതിലും ഉറപ്പില്ല. പെൻഷൻകാരുടെ DA കൊടുക്കാനുണ്ട്, അതുപോലെ അവരുടെ സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്, മരവിപ്പിച്ചിരിക്കുകയായിരുന്നു, സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്. അങ്ങനെ മറ്റ് എല്ലാം കൂടെ ഏകദേശം 48,773 കോടി രൂപയുടെ ബാധ്യതയാണ് പുതിയ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൽ അരിയർ DA, ഉദ്യോഗസ്ഥരുടെ DAയും പെൻഷൻകാരുടെ സമാശ്വാസവും ഏകദേശം 35,000 കോടിക്ക് മുകളിൽ വരും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക 1 ഗഡുവെങ്കിലും നൽകും. നിർത്തലാക്കിയ ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം തൽക്കാലം നടപ്പാക്കാൻ സാധ്യതയില്ല. മെയ് മാസത്തിൽ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിച്ചതിനാൽ പെൻഷൻ പ്രായം ഉയർത്തിയാലും ഈ വർഷം ഖജനാവിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.